അലീനയെ അവധക്കുട്ടി വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, റീതാമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, പപ്പയുടെ അടുത്ത് സംസാരിച്ചു, അതിൽ പിന്നെ പപ്പ ഒരുപാട് കുടിക്കുകയൊക്കെ ചെയ്തു, മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് എൽസമ്മയുടെ ചേച്ചിയാണ് ആ വന്നിരിക്കുന്നത്. അവൾക്ക് 7 നാക്കാണ്. അവൾ വഴക്കുണ്ടാക്കിയിട്ടേ പോളൂ. വഴക്കില്ലാത്ത കുടുംബത്തിൽ പോലും അവൾ കയറി വഴക്കുണ്ടാക്കും. അങ്ങനത്തെ ഒരുത്തിയാണ് അവൾ എന്നൊക്കെ പണ്ട് പറയുന്നുണ്ട്. എന്തിനാണ് റീതാമ്മ ആൻറ്റിയെ കണ്ടിട്ട് പപ്പ പേടിക്കേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ പണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പൈസ അയച്ചു കൊടുക്കുന്ന അവൻ്റെ ചെലവിലാണ് അവർ കഴിയുന്നത്. എൽസമ്മയും സ്റ്റാൻലിയും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ആ പൈസ കിട്ടാതാവില്ലേ. എന്താവശ്യമുണ്ടെങ്കിലും അവ അയച്ചു കൊടുക്കും. അവൾ ഓടിക്കുന്ന കാറ് പോലും സ്റ്റാൻലി വാങ്ങിക്കൊടുത്താണ്. അവർ താമസിക്കുന്ന വീടും സ്റ്റാൻലി മേടിച്ചു കൊടുത്താണ്. എൽസമ്മയ്ക്ക് സ്റ്റാൻലിയേക്കാൾ വലുത് റീതാമ്മയാണ്. ആ മക്കൾക്കും അതുപോലെ തന്നെയാണ്. അവൾ പറയുന്നതിന് അപ്പുറം മക്കളും എൽസമ്മയും പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവധക്കുട്ടി അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബബിത ബോയ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ എന്താ എൻ്റെ കോള് കണ്ടിട്ടും മെസ്സേജ് കണ്ടിട്ടും ഒരു റിപ്ലൈയും തരാത്തത്? അന്ന് ഇവിടുന്ന് പോയതല്ലേ, നീ എന്നെ ബ്രേക്കപ്പ് ആക്കിയോ എന്നൊക്കെ പണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമൽ പറയുന്നുണ്ട്, നിനക്ക് ബ്രേക്കപ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറയായിരുന്നില്ല. ഞാൻ അങ്ങോട്ട് വന്നിട്ട് നിൻ്റെ അവിടുത്തെ വേലക്കാരി എന്നെ ഒരുപാട് തല്ലിയില്ല, നീ ഒന്ന് തടുക്കാൻ പോലും നിന്നില്ലല്ലോ. നിനക്ക് എന്നെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാനിനി ആ വഴിക്ക് വരില്ല, എനിക്ക് ഇങ്ങനെ ഒരു പ്രണയവും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബബിതയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടം വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണോ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത്? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചേച്ചി എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ഇതാകാണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചേച്ചിയോ, ഇതുവരെ നീ വേലക്കാരി എടി പോടി എന്നല്ലേ സംസാരിച്ചിരുന്നത്? അപ്പോൾ നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടി തന്നെ അവളുടെ കൂടെ കൂടിയതാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമൽ പറയുന്നുണ്ട്. അങ്ങനെ അമൽ ദേഷ്യം വന്നിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ബബിതയാണെങ്കിൽ ഒരുപാട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. കൃഷ്ണമോളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരൻ പുറത്ത് നിൽക്കുന്നുണ്ട്. അവൻ്റെ ഏട്ടനെയും കൂട്ടിയിട്ട്, എനിക്ക് കൃഷ്ണജി ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ, അപ്പോൾ ഏട്ടൻ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ പുറത്തിറങ്ങിയത് പ്രണയം പറയാൻ വേണ്ടി പോകുന്നുണ്ട്. അവനാണെങ്കിൽ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, നീ എന്നെ കുറേ ദിവസമായി നോക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്, നീ എന്താ എന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നതാണോ? നീ എന്നെ എങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അതൊന്നും വേണ്ട, നിനക്ക് പഠിപ്പ് നിർത്തിയിട്ട് വീട്ടിലിരിക്കണം എന്നാണോ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണ പറയുന്നുണ്ട്. അപ്പോൾ പ്രപ്പോസ് ചെയ്യാമെന്ന് ചെക്കൻ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, അല്ലാതെ എനിക്ക് തോന്നിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. സ്റ്റാൻലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ ആൻ്റപ്പൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അലീനയെ കൂടി വിളിക്കണം, അടുക്കളയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അലീന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, അന്ന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിൽ പിന്നെ വേറെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല, ഇപ്പോൾ അലീന കൊച്ച് അടുക്കളയിലേക്ക് വരാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റപ്പൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ അലീനയെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അലീന വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഇന്ന് ഉപവാസം ഇരിക്കണമെന്നാണ് പറയുന്നത്, അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നും കഴിക്കാൻ ഉണ്ടാക്കണ്ട എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അലീനയെ കൊണ്ട് ഇപ്പം നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസിൻ്റെ അടുത്ത് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇല്ല, എന്നാലും എന്നോട് എന്തോ വിരോധമുള്ള പോലെയാണ് ആ കുട്ടി പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അലീന മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്ന കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് അവളെ നല്ല രീതിയിൽ പൗലോസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.